നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 454. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. കിം സംഹൃതം രുചിരയോർദ്വിജാ ശൃംഗയോസ്തേ മധ്യേ കൃശോ വഹസി യത്ര ദൃശിശ്രിതാമേ പങ്കോ അരുണ സുരഭിരാത്മവിഷാണ ഹി ധൃഗ്യേനാം ശ്രമം സുഭഗമേ സുരഭീകരോഷി. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ ബ്രാഹ്മണ, മനോഹരങ്ങളായ അങ്ങയുടെ ശൃംഗങ്ങളിൽ, കൊടുമുടികൾ എന്നർത്ഥം, ശൃംഗങ്ങളിൽ എന്താണ് നിറച്ചിരിക്കുന്നത്? മധ്യത്തിൽ കൃഷ്ണനായ അങ്ങ്, അദ്ദേഹത്തിൻ്റെ ശരീരവടിവിനെ പറ്റി പറയുന്നു, മധ്യത്തിൽ കൃഷ്ണനായ അങ്ങ് വഹിക്കുന്നു എൻ്റെ ദൃഷ്ടി അങ്ങ് വഹിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അർത്ഥമായി. യാതൊന്നിൽ ആശ്രയിച്ച് അങ്ങയുടെ വിഷാണത്തിൽ ഇത്ര വാസനയുള്ള ചുവന്ന ചളി, ഹേ മനോഹര, യാതൊരു പങ്കത്താൽ എൻ്റെ ആശ്രമത്തെ സുരഭിയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. സുരഭി എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ പശുവാണ് സുരഭി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സ്തനങ്ങളെ നോക്കിയിട്ട് പറയുന്നു. അതായത് ഇവിടെ ഓരോ അംഗങ്ങളെ നോക്കിയിട്ട് സംസാരിക്കുക ചെയ്യുന്നത്. അപ്പോൾ സ്തനങ്ങളെ നോക്കിയിട്ട് പറയുന്നു, ഹേ ബ്രാഹ്മണ, ഉന്നതങ്ങളായിട്ട് കാണുന്ന അങ്ങയുടെ ശൃംഗങ്ങളിൽ, അതായത് സ്ഥലങ്ങളിൽ, അതായത് മാറെന്ന് അർത്ഥം വരണം. അല്ലാണ്ട് സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പുരുഷനെ പറ്റിയിട്ടല്ലേ പറഞ്ഞത്. നിറച്ചു വെച്ചിരിക്കുന്ന സാധനം എന്താകുന്നു? എന്തോ അപൂർവമായ സാധനമായിരിക്കണം അതെന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത്ര അപൂർവമായ ഒരു സാധനമല്ലെങ്കിൽ മധ്യഭാഗം ഇത്ര കൃശമായിരിക്കെ ആ ഭാഗം കൊണ്ട് ഈ ഉന്നതങ്ങളെ എത്ര കഷ്ടപ്പെട്ട് വഹിക്കുകയില്ല. ഈ ശൃംഗങ്ങൾ നിമിത്തമാണ് മധ്യപ്രദേശത്തെ എനിക്ക് കാണാൻ തന്നെ സാധിച്ചത്. സ്ഥലങ്ങളിലുള്ള കുങ്കുമത്തെ കണ്ടിട്ട് ചോദിക്കുന്നു, ഈ ശൃംഗങ്ങളിൽ അപൂർവമായ വാസനയെ പുറപ്പെടുവിക്കുന്ന ഈ ചുവന്ന പൊടികൾ എന്താകുന്നു? അതിൻ്റെ സൗരഭ്യവ്യാപ്തിയാൽ ഹേ സുഭഗ, അങ്ങ് എൻ്റെ ആശ്രമത്തെ കൂടി സുരഭിയാക്കി തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞു. 12-ാമത്തെ ശ്ലോകം നോക്കുക. ലോകം പ്രദർശയ സുഹൃത്തമതാവഗമ്യേ യത്രത്യയിത്തമുരസാവയവം വാവ പൂർവോ അസ്മദ്വിധസ്യ മന ഉന്നയനോ ബിഭർത്തി ബഹ്വാത്ഭുതം സരസരാസസുനാദിവക്ത്രേ. ഹേ പരമബന്ധോ, ആ റിലേഷൻ പരമബന്ധോ, അങ്ങയുടെ ലോകത്തെ എനിക്ക് കാട്ടിത്തന്നാലും യാതൊന്നിനുള്ള ജനം ഞങ്ങളെപ്പോലെയുള്ളവരുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നവയും അപൂർവങ്ങളുമായ അവയവങ്ങളെ മാറിടത്താൽ ഇപ്രകാരം ഭരിക്കുന്ന മുഖത്തിൽ ഏറ്റവും അത്ഭുതമായ രസത്തോടു കൂടിയ വിലാസം, അമൃതം എന്നിവയെയും ഭരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് വെറുതെ ആൾക്കാരിങ്ങനെ പൊക്കി വയ്ക്കുകയാണ്. ഇനി അതിന് ഭാവാർത്ഥം, കുജങ്ങളുടെ അപൂർവതയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഹേ പരമസുഹൃത്തെ, അങ്ങയുടെ ലോകം എനിക്ക് കാട്ടിത്തരണം. അത് കാണണമെന്ന കൗതുകം എനിക്ക് അധികമുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്നെപ്പോലെയുള്ളവരുടെ മനസ്സിനെ വികാരപ്പെടുത്തുന്നതിന് സമർത്ഥങ്ങളും
അപൂർവങ്ങളുമായ ഈ മാതിരി അവയവങ്ങളെ മാറിടത്തിലും അത്യത്ഭുതാവഹമായ മനോഹര സംഭാഷണവും വിലാസവും കലർന്നിരിക്കുന്ന അമൃതത്തെ മുഖത്തിലും ആ ദിക്കിലുള്ള ജനം വഹിക്കുന്നവരാണല്ലോ. അവരെ കാണണമെന്ന കൗതുകം നന്നേ ഉള്ളതിനാൽ അങ്ങയുടെ ലോകം കാട്ടിത്തരണം. അതായത് അങ്ങ് എവിടെ നിന്നാണ്, എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അർത്ഥമായി. 13 കാവ ആത്മവൃത്തിരതനാഢവിരംഗവാദി വിഷ്ണു കലാസ്യ നിമിഷോന്മകരോചകർണൗ ഉദ്ധിഗ്നമീനയുഗളം ദ്വിജഭക്തിശോചിരാസന്നഭൃംഗനികരം സര ഇൻമുഖം തേ. അങ്ങയുടെ എന്നായി അർത്ഥം. ഹേ പൂജ്യ, അങ്ങയുടെ ആഹാരപദാർത്ഥം എന്താകുന്നു? ഭക്ഷണത്തിൽ നിന്ന് ഹവിസ് വീശുന്നു. വിഷ്ണുവിൻ്റെ അംശമോ അങ്ങ് സാക്ഷാൽ ശ്രീഹരിയുടെ അംശമാണോ? കർണങ്ങൾ അതിശോഭയുള്ള മകരങ്ങളോട് കൂടിയവ. അതായത് കർണങ്ങളിലെ കർണഭൂഷണം ആണല്ലോ. ഭയപ്പെട്ടിരിക്കുന്ന 2 മത്സ്യങ്ങളോട് കൂടിയതും ദ്വിജസമൂഹങ്ങളുടെ ശോഭയോട് കൂടിയതും സമീപത്തുള്ള വണ്ടിൻ നിരകളോട് കൂടിയതുമായ അങ്ങയുടെ മുഖം സരസ് പോലെ ഇരിക്കുന്നു. സരസ് എന്ന് പറഞ്ഞാൽ ഒരു തടാകം പോലെ ശാന്തമായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. താമ്പൂലാദി സൗഗന്ധ്യത്തെ ആലക്ഷിച്ചിട്ട് ചോദിക്കുന്നു. ഹേ പൂജ്യ, അങ്ങയുടെ ഭക്ഷണ സാധനം എന്താകുന്നു? സാധാരണ ജനങ്ങളുടെ ഭക്ഷണ വസ്തു അല്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വിധം ചോദിക്കുന്നത്. അങ്ങനെ തോന്നുവാനുള്ള കാരണം എന്തെന്നാൽ ആ മാതിരി ഭക്ഷണം നിമിത്തമാണല്ലോ മുഖത്തിൽ നിന്ന് ഇപ്രകാരമുള്ള സൗരഭ്യം വ്യാപിക്കുന്നത്. അങ്ങ് വിഷ്ണുവിൻ്റെ അംശമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാവരും വിഷ്ണുവംശജരാണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കർണങ്ങളിൽ അതിശോഭയുള്ള മകരകുണ്ടലങ്ങൾ കാണുന്നു എന്നു തന്നെയല്ല, അങ്ങയുടെ മുഖത്തിന് തടാകത്തിൻ്റെ സാദൃശ്യവും കാണുന്നുണ്ട്. എങ്ങനെയെന്നാൽ ഭയപ്പെട്ടു ചലിക്കുന്ന 2 മത്സ്യങ്ങളോ എന്ന് തോന്നുമാറുള്ള നേത്രങ്ങളും അധികം പ്രകാശമുള്ള ദന്തനിരകളാകുന്ന പക്ഷി സമൂഹവും ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടിൻ നിരകളോട് തുല്യമായ കേശനിരയും മുഖത്തിൽ പ്രകാശിച്ചു കാണുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനെ വീറ്റോ ചെയ്യാൻ വ്യാസരുടെ എന്താ പറയുക, എല്ലാം വ്യാസരുടെ ആഖ്യാനത്തെ വെല്ലുവിളിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം അദ്ദേഹം പ്രത്യക്ഷം ശ്രീകൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഇനി 14ാമത്തെ ചോദ്യം. യോ അസോ ത്വയാ കരസരോജഹത പതംഗോ ഭിക്ഷുഭ്രമൻ ഭ്രമദയേ ജയതേ അക്ഷിണീമേ മുക്തം നദേ സ്മരസി വക്ത്രജടാവരുദ്ധം കഷ്ടോ അനിലോ ഹരതിലംബടയേഷനീവീം. നിന്നാൽ താമരപ്പൂ പോലെയുള്ള കരത്താൽ അടിക്കപ്പെടുന്ന യാതൊരു പന്താകട്ടെ ദിക്കുകളിൽ ചലിക്കുന്നതായിട്ട് ഭ്രമിച്ചിരിക്കുന്ന എൻ്റെ കണ്ണുകളെ ചലിപ്പിക്കുന്നു. നിൻ്റെ മുഖത്തെ മറച്ചിരിക്കുന്ന കേശം അഴിഞ്ഞിരിക്കുന്നതിനെ നീ ഓർക്കുന്നില്ല. ധൂർത്തനായ വായു വെച്ചാൽ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അത്യാഗ്രഹത്തോടു കൂടിയവനായിട്ട് തുണിക്കുത്തിനെ ഹരിക്കുന്നു. അത്രയും വലിയ കാറ്റുണ്ടെന്ന് അർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം, നിൻ്റെ കരാരവിന്ദത്താൽ അടിക്കപ്പെടുന്ന ഈ പന്ത് ദിക്കുകളിൽ ചലിക്കുമ്പോൾ നിൻ്റെ ദർശനത്താൽ ചിത്തം ഭ്രമിച്ചിരിക്കുന്ന എൻ്റെ നേത്രങ്ങളെയും ചലിപ്പിക്കുന്നു. മുഖത്തിൽ അഴിഞ്ഞുകിടക്കുന്ന തലമുടിയെയും നിന്നിൽ അത്യാസക്തനും കപടപടുവായ വായു നിൻ്റെ തുണിക്കൂത്തിനെ ഹരിക്കുന്നതിനെയും നീ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. 15ാമത്തെ ശ്ലോകം. രൂപം തപോധന തപശ്ചരതാം തപോഗ്നം ഹേത്യത്വകേന തപസാ ഭവതോപലബ്ധം
ചർത്തും തപോ അർഹസി മയാ സഹ മിത്രമഹ്യം കിം വാ പ്രസീദതി സവൈ ഭവഭാവനോ മേ. അതായത് തപസ്സിൻ, ഹേ തപസ്സിൻ, തപസ്സാചരിക്കുന്നവരുടെ തപസ്സിനെ നശിപ്പിക്കുന്നതായ ഈ രൂപമാകട്ടെ എന്തൊരു തപസ്സിനാൽ ഭവാനാൽ ഉപലപിക്കപ്പെട്ടു. ഹേ മിത്രമേ, എന്നോടുകൂടി തപസ്സാചരിപ്പാനായിക്കൊണ്ട് അങ്ങ് അർഹനാകുന്നു. സംസാരത്തെ അഭിവൃദ്ധി വരുത്തുന്ന ആ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചിരിക്കുന്നുവോ എന്ന് സംശയം നിവൃത്തീകരിച്ചു. അതിൻ്റെ ഭാവാർത്ഥം: അല്ലയോ തപസ്വിയായുള്ളവനെ, തപസ് ചെയ്യുന്നവരുടെ തപസ്സിനെ മുടക്കുവാൻ തക്ക സാമർഥ്യമുള്ള ഈ രൂപം എന്തു തപസ്സിൻ്റെ ഫലമായിട്ടാണ് അങ്ങയ്ക്ക് ലഭിച്ചത് എന്നായി ചോദ്യം. അങ്ങ് എന്നോടൊരുമിച്ചു തപസ്സു ചെയ്യുവാൻ കരുണ ചെയ്യണം. എന്നാൽ എനിക്കും ഈ വിധം ഉത്തമ രൂപം ലഭിക്കുമല്ലോ. ഇത്രത്തോളം പുല്ലിംഗ നിർദ്ദേശം ചെയ്ത ശേഷം ഇപ്പോൾ സ്ത്രീ തന്നെ എന്നുള്ള ബോധത്തോടു കൂടി പറയുന്നു. അഥവാ സംസാരത്തെ അഭിവൃദ്ധി വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചിരിക്കുന്നതിൻ്റെ അടയാളമോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങയ്ക്ക് അനുയോജ്യമായ വധുവാണ് ഞാനെന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. ഇത്ര ലോകോത്തര സുന്ദരിയെ എനിക്ക് ഭാര്യയാക്കുവാൻ ഭഗവാൻ വിചാരിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അനുഗ്രഹീതനായി എന്ന് അദ്ദേഹവും പറയുന്നു. 16-ാമത്തെ ശ്ലോകം: നത്വാം ത്യജാമി ദൈതം ദ്വിജദേവദത്തം യസ്മിൻ മനോ ദൃഗഭിനോ ന വിയാധിലഗ്നം മാം ചാരുശൃംഗ്യർഹസി നേതുമനുവ്രതം തേ ചിത്തം യഥാ പ്രതിസരന്തു ശിവാശജിവ്യാം. യാതൊന്നിൽ പറ്റിയ മനസ്സും നേത്രവും വേർപെടുന്നില്ലയോ? അതായത് തമ്മിൽ നോക്കുക, കണ്ണിനെ പിൻവലിക്കാൻ സാധിക്കാതെ കണ്ട് ഇൻ്ററാക്റ്റ് ചെയ്യുക, അതവിടെ നടന്നത്. വേർപെടുന്നില്ലയോ? ബ്രഹ്മാവിനാൽ ദാനം ചെയ്യപ്പെട്ട പ്രിയവസ്തുവായ നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. നീ തന്നെയാണ് ഇനി എനിക്ക് വധു. ഹേ മനോഹരസ്തനി, നിൻ്റെ മനസ്സ് എവിടെയോ അവിടെ അനുസരിക്കുന്ന എന്നെ കൊണ്ടുപോവാനായിട്ട് നീ അർഹിക്കുന്നു. നിൻ്റെ അകമ്പടികൾ അനുകൂലകളായിട്ട് എൻ്റെ അരികത്ത് വരട്ടെ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. ബ്രഹ്മദേവൻ എനിക്കായി നൽകിയിരിക്കുന്ന പ്രിയവസ്തുവായ നിന്നെ ഞാൻ വിടുന്നില്ല. എൻ്റെ മനസ്സും നേത്രവും നിന്നിൽ ആസക്തമായിരിക്കുന്നു. അത് രണ്ടും എൻ്റെ സ്വാധീനത്തിൽ വരുന്നില്ല. ഞാൻ നിനക്ക് പണയം വെച്ചു എന്നർത്ഥം. അതുകൊണ്ട് ഹേ ചാരുസ്തനി, നിൻ്റെ മനസ്സ് എന്തിനെ ആഗ്രഹിക്കുന്നുവോ അതിനെ അനുസരിക്കുന്ന എന്നെ നിന്നോടുകൂടി യോജിപ്പിക്കേണ്ടത് നിൻ്റെയും ധർമ്മമാകുന്നു. നിൻ്റെ ഒരുമിച്ചുള്ളവരെല്ലാവരും അനുകൂലികളായിട്ട് എൻ്റെ അരികത്ത് വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ശ്രീശുക വാച. ഇത്രത്തോളൊക്കെ ആയപ്പോൾ ശുഗബ്രു മഹർഷി പരീക്ഷത്തിനോട് പറയണോ: ഇതി ലലനാനുനയാതി വിശാരദോ ഗ്രാമ്യ വൈദഗ്ധ്യയാ പരിഭാഷയാതാം വിബുധവധൂം വിബുധം മതിരതി സഭാജായാം മാസ. ഇപ്രകാരം ദേവനെ പോലെ ബുദ്ധിമാനും സ്ത്രീകളെ അനുനയിപ്പിക്കുന്നതിൽ അതിസമർത്ഥനുമായ വിഷയഭോഗങ്ങളിൽ സമർത്ഥയായിരിക്കുന്ന രീതിയിൽ ദേവസ്ത്രീയായ അവളെ സത്കാരപൂർവം സ്വാധീനപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ശ്രീ ശുഗമുനി അരുൾ ചെയ്തു: ദേവനെ പോലെ അസാധാരണ ബുദ്ധിമാനും സ്ത്രീകളെ വശീകരിക്കുന്നതിൽ വിദഗ്ധനുമായ അഗ്നീന്ദ്രൻ വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നതിന് ഉചിതമായ സംഭാഷണ രീതിയിൽ ദേവസ്ത്രീയായ അവളെ സൽക്കരിച്ച് സ്വാധീനമാക്കി എന്ന് പറഞ്ഞു. 18-ാമത്തെ ശ്ലോകം നോക്കുക. സാ ചതതസ്തസ്യ വീരയൂഥപതേർഭുതിർശീലരൂപവയശ്രീയൗദാര്യേണ പരാക്ഷിപ്തമന
തേന സഹായുധായുധ പരിവത്സരോപലക്ഷണം കാലം ജംബൂദീപപതിന ഭൗമസ്വർഗഭോഗാൻ ബുഭുജേ. അതായത് അവളും അതിനുശേഷം വീരസംഘത്തിൽ ശ്രേഷ്ഠനായ അവൻ്റെ ബുദ്ധി, ശീലം, രൂപം, പ്രായം, ഐശ്വര്യം, ഔദാര്യം എന്നീ ഗുണങ്ങളാൽ. അപ്പോൾ വിവാഹത്തിന് തയ്യാറാവുന്ന പുരുഷനിൽ ഈ ഗുണങ്ങൾ വേണം. ശീലം നന്നാവണം, രൂപം നന്നായിരിക്കണം, പ്രായം ശരിയായിരിക്കണം, ഐശ്വര്യം വേണം, ഔദാര്യം വേണം. ഔദാര്യമില്ലെങ്കിൽ സ്ത്രീ സുരക്ഷിതയാവില്ല പുരുഷൻ്റെ അടുത്ത്. പുരുഷൻ്റെ ഔദാര്യത്തിലാണ് ഞാനെന്നുള്ള സത്യം സ്ത്രീയും സമ്മതിക്കണം. എന്താ ഔദാര്യം എന്ന് പറഞ്ഞാൽ? പരമപ്രേമ തന്നെയാണ്, പരമമായ പ്രേമം. അത് കുറേ കഴിയുമ്പോൾ ഡിവൈനായിട്ട് മാറണം. തുടക്കത്തിൽ ശാരീരികമാവും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്തോറും ആധ്യാത്മികമായി അവളെ സംരക്ഷിക്കുന്ന ഒരു പ്രതീതി അവൾക്കുള്ളിൽ ജനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ വിവാഹം വേണ്ടത്ര ശോഭിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഔദാര്യം എന്നീ ഗുണങ്ങളാൽ വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവളായിട്ട് ജംബൂദ്വീപത്തിൻ്റെ പതിയായ അവനോടുകൂടി അയുധായുധ പരിവത്സരകാലം, 1000 10,000 വർഷക്കാലം എന്നൊക്കെ പറയും. അയുധായുധം ഭൂമിയിലും സ്വർഗത്തിലുമുള്ള ഭോഗങ്ങളെ ഭുജിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, വീരാഗ്രഗണ്യനായ ആ അഗ്നീന്ദ്രൻ്റെ ബുദ്ധിചാതുര്യം, സ്വഭാവഗുണം, രൂപലാവണ്യം, യൗവനകാലം, ഊർജ്ജസ്വലമായ ഐശ്വര്യം, അപാരമായ ഔദാര്യം, അപാരം സ്നേഹിച്ചു കൊല്ലുക എന്ന് പറയും, അപാരമായ ഔദാര്യം എന്നീ ഗുണങ്ങളാൽ മോഹിച്ച മനസ്സോടുകൂടിയ ആ അപ്സര സ്ത്രീ, ഒരു ദേവസ്ത്രീനെ ഒരു നരൻ, ഭൂമിയിലുള്ളൊരു വ്യക്തി ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സംതിങ് എക്സ്ട്രാ ഓർഡിനറിയാണ്. അപ്പോൾ അപ്സര സ്ത്രീ ജംബൂദ്വീപത്തിൽ നാഥനായ ആ രാജാവിനോട് കൂടി അയുധായുധ പരിവത്സരകാലം ഭൂമിയിലും സ്വർഗത്തിലും സിദ്ധിക്കാവുന്ന സുഖഭോഗങ്ങൾ അനുഭവിച്ചു എന്ന് പറയണു. 19ാമത്തെ ശ്ലോകം. തസ്യാമുഹാവ ആത്മജാൻ സരാജവര അഗ്നീന്ദ്രോ നാഭി കിം പുരുഷ ഹരിവർഷേ ഇളാവൃത രമ്യക ഹിരൺമയ കുരു ഭദ്രാശ്വ കേതുമാന സംജ്ഞാൻ നവപുത്രാൻ അനജനയത് ജനിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, രാജശ്രേഷ്ഠനായ അഗ്നീന്ദ്രൻ അവളിൽ 9 പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറയുന്നു. ഭാവാർത്ഥം, രാജശ്രേഷ്ഠനായ അഗ്നീന്ദ്രൻ ആ അപ്സര സ്ത്രീയിൽ നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശൻ, കേതുമാലൻ എന്നു പേരുള്ള 9 പേരെ ജനിപ്പിച്ചു. മനുഷ്യൻ ദേവസ്ത്രീയിൽ സന്താനങ്ങളെ ഉത്ഭവിപ്പിക്കുക എന്നത് ആശ്ചര്യമാണെങ്കിലും ലോകാനുഗ്രഹതൽപരനായ ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ എന്തു തന്നെ സാധിക്കുകയില്ല. അക്കാലത്തെ രാജാക്കന്മാർ മനുഷ്യവർഗത്തിൽ അവതരിച്ച ദേവന്മാരായിരുന്നതിനാൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രജകൾ അനുഭവിച്ചിരിക്കുന്ന ഭൂമിയിലെ സുഖം സ്വർഗസുഖം തന്നെ ആയിരുന്നുവെന്ന് സൂചിപ്പിച്ചു. ദേവന്മാർ തന്നെയാണ് രാജാക്കന്മാരായിട്ട് വരുന്നത്, രാജാക്കന്മാർ ദേവന്മാരും ആവും. 20 സാ സുദ്വാദസുദാന്നവാനുവത്സരം ഗൃഹം ഏവ അബഹ്വായ പൂർവചിത്തീർഭൂയ ഏവം അജം ദേവം ഉപതസ്ഥേ. ആ പൂർവചിത്തി കൊല്ലം തോറും 1 വീതം 9 പുത്രന്മാരെ പ്രസവിച്ചിട്ട് പിന്നെ ഗൃഹത്തിൽ തന്നെ വിട്ടിട്ട് രണ്ടാമതും ബ്രഹ്മദേവനെ ഭജിച്ചു. അതായത് ഭാര്യനെ വിട്ടിട്ട് ബ്രഹ്മദേവനെ ഭജിച്ചു. ആ പൂർവചിത്തി 1 വർഷത്തിൽ 1 സന്താനം വീതം 9 സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ രാജഗൃഹത്തിൽ തന്നെ വിട്ടിട്ട് ബ്രഹ്മദേവനെ വീണ്ടും ആശ്രയിച്ചു. അതായത് പൂർവചിത്തി മടങ്ങിപ്പോയി എന്നർത്ഥം, അങ്ങനെ പറയണം.
ഞാൻ ഭാവാർത്ഥം, ലോകാഭിവൃദ്ധിയെ വരുത്തുന്ന ലോകമാതായ പ്രകൃതി ദേവിയുടെ രൂപാന്തരമായിട്ടാണ് പൂർവചിത്തിയെ കൽപ്പിച്ചിരിക്കുന്നത്. ഒക്കെ കൽപ്പനാ വിശേഷങ്ങളാണ്, അല്ലാണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റിക്ക് പോരുത്. കൽപ്പനാ വിശേഷം. പ്രകൃതിയിൽ സ്വതേയുള്ള സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഒന്നോടൊന്ന് ചേർന്നിട്ടാണ് ലോകങ്ങളിൽ സർവവും ഉണ്ടാവുന്നത്. സത്വാദി ഗുണങ്ങളുടെ സമ്മേളനത്തിൽ ഒന്നിലധികം മറ്റൊന്ന്, അതിൽ കുറഞ്ഞു മറ്റൊന്ന് അതിലും കുറഞ്ഞത് എന്ന രീതിയിലാകുമ്പോൾ ഉത്തമം, മധ്യമം, അധമം എന്ന ഭേദേന 9 വിധത്തിലാവാം. അങ്ങനെയുണ്ടായവരാണ് ഈ 9 പുത്രന്മാർ എന്ന് ചില ആചാര്യന്മാർ അഭിപ്രായപ്പെട്ടു കാണുന്നുണ്ട്. ആ സന്താനങ്ങൾ അതിമാനുഷ പ്രഭാവമുള്ളവരായിരുന്നുവെന്നതിൽ സംശയിപ്പാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. 21ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ആഗ്നീന്ദ്രസുതാസ്തേ മാധുരനുഗ്രഹാദൗത്പത്തികേനൈവ സംഹനന ഫലോപേദ പിത്രാ വിഭക്ത തുല്യനാമാനി യഥാഭാഗം ജംബൂദീപ വർഷാണി ഭുഭുജഃ. ആഗ്നീന്ദ്രപുത്രന്മാരാൽ അവർ മാതാവിൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട് ജന്മത്താൽ തന്നെ ശരീരദാർഢ്യവും ബലവും ഉള്ളവരായിട്ട്, പിതാവിനാൽ വിഭജിക്കപ്പെട്ടവരായിട്ട്, സ്വനാമധേയ തുല്യമായ നാമത്തോടുകൂടിയ ജംബൂദ്വീപ വർഷങ്ങളെ ഭാഗം അനുസരിച്ച് അനുഭവിച്ചു. ജന്മന തന്നെ അവർ കിശോരാവസ്ഥ, ബാലാവസ്ഥ കഴിഞ്ഞ യുവാക്കളായിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ദേവസ്ത്രീയുടെ മക്കളല്ലേ. അപ്പോൾ നാഭി മുതലായ അഗ്നീന്ദ്രപുത്രന്മാർ ദേവസ്ത്രീയായ അമ്മയുടെ അനുഗ്രഹത്താൽ ജന്മം മുതൽക്ക് തന്നെ ശരീരദാർഢ്യവും ശക്തിയുമുള്ളവരായിരുന്നു. പ്രാപ്തന്മാരായ അവരെ പിതാവായ അഗ്നീന്ദ്രൻ ജംബൂദ്വീപത്തെ 9 ഭാഗമാക്കിയിട്ട് ഓരോ ഖണ്ഡത്തിൽ അധിപന്മാരായി നിശ്ചയിച്ചു. പുത്രന്മാരുടെ നാമധേയങ്ങളെ തന്നെ അവരുടെ ഭൂഭാഗങ്ങൾക്കും കൽപ്പിച്ചു. പിതൃനിശ്ചയാനുസരണം തർക്കം കൂടാതെ ആ ഭാഗങ്ങളെ യഥാവിധി പരിപാലിക്കുകയും രാജഭോഗം ഭുജിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. 22ാമത്തെ ശ്ലോകം. ആഗ്നീന്ദ്രോ രാജ അതൃപ്ത കാമാനാം അപ്സരസമേവാനുദീനം അധിമന്യമാനസ്തസ്യാ സലോകതാം ശ്രുതിഭിര അവാരുന്ധ യത്ര പിതരോ മാദയന്തേ. രാജാവായ അഗ്നീന്ദ്രൻ കാമങ്ങളുടെ അനുഭവത്തിൽ അതൃപ്തനായിട്ട് അപ്സരസിനെ തന്നെ എപ്പോഴും അധികമായി വിചാരിക്കുന്നവനായിട്ട് വേദോക്ത കർമ്മങ്ങളാൽ അവളുടെ സാലോക്യം മുക്തിയെ പ്രാപിച്ചു. യാതൊന്നിൽ പിതൃക്കൾ മോദിക്കുന്നു. അതായത് സംസാരനാശം സംഭവിച്ച് തനിക്ക് പ്രിയമുള്ളവളിൽ ലയിക്കുക. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. അതെങ്ങനെ അതിൻ്റെ ഭാവാർത്ഥം കേട്ടുള്ളൂ. രാജാവായ അഗ്നീന്ദ്രൻ വിഷയസുഖങ്ങളുടെ അനുഭവത്തിൽ തൃപ്തനാകാത്തത് കൊണ്ട് അവിടെയാണ് പ്രശ്നം. എത്ര നല്ല ഉറപ്പുള്ള ദൃഢചിത്തനാണെങ്കിലും ഈ കാമദേവന് അടിമപ്പെട്ടാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കാമദേവനെ കണ്ടാൽ ബൈ പറയാൻ സാധിക്കണം. വരൂ എന്ന് പറയരുത്, അടുത്ത് വരാൻ സമ്മതിക്കരുത്. തൃപ്തനാകാത്തത് കൊണ്ട് ആ അപ്സര സ്ത്രീയെ തന്നെ നിരന്തരം ചിന്തിച്ചിരുന്നു. അവളുടെ സംഗമം തന്നെ പ്രാപിക്കത്തക്കത് എന്ന് ആലോചിച്ചു. വേദോക്ത കർമാനുഷ്ഠാനങ്ങളാൽ അവളുടെ ലോകത്തെ പ്രാപിച്ചു, അതായത് ദേവലോകത്തെ പ്രാപിച്ചു. അവിടെയാണ് പിതൃക്കൾ ആനന്ദിച്ചിരിക്കുന്നത്. പിതൃലോകഭോഗത്തിൽ വിരക്തനായ ശേഷം അഗ്നീന്ദ്രനും മുക്തിയെ പ്രാപിച്ചു എന്ന് ധരിക്കണം. അത് അണ്ടർസ്റ്റുഡാണ്. സ്വരൂപസ്ഥിതിയെ പ്രതിപാദിക്കുന്ന ഈ പ്രകരണത്തിൽ കാമഭോഗാസക്തിയെ വർണ്ണിച്ച
അവസാനിപ്പിക്കുന്നതിൽ ഔചിത്യം ഇല്ലാത്തത് കൊണ്ട് പര്യവസാനം മുക്തി എന്ന് ധരിക്കണം. അതാണ് ഇതിൽ പറയാത്തത്. വരികൾക്കിടയിൽ വായിക്കും വേണം, അർത്ഥം ഗ്രഹിക്കും വേണം. എന്താ പറഞ്ഞത്? കാമഭോഗാസക്തിയെ വർണ്ണിച്ച് അവസാനിപ്പിക്കുന്നതിൽ ഔചിത്യമില്ലാത്തത് കൊണ്ട്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇത്രയും വലിയ ആൾക്കാർക്ക് മോക്ഷം ഉറപ്പാണ്. അതാണ് പര്യവസാനം മുക്തി എന്ന് ധരിക്കണം. എന്നാൽ ഭഗവതിച്ഛ ഹേതുവായിട്ട് ഭോഗാഭിവൃദ്ധി രൂപമായ ഐശ്വര്യത്തെയും പ്രാപിച്ചുവെന്നാണ് ശ്രീ പ്രാപ്തി നിരൂപണം എന്ന പ്രകരണ താല്പര്യം. അതായത് ഐശ്വര്യത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഉള്ള സംഭവ വികാസങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാകും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഈശ്വര ഇച്ഛയാണ്. ഇനി അടുത്ത ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ് 2-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം. സംപരേതേ പിതരിതർണവഭ്രാതരോ മേരുദുഹിതൃമേരുദേവീം പ്രതിരൂപാം ഉഗ്രദൃംഷീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവിദീതി സംജ്ഞാമവോദവഹൻ. പിതാവ് കാലഗതിയെ പ്രാപിച്ചപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ 9 പേരും മേരു പുത്രികളായ 9 പേരെ വിവാഹം ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ഭാവാർത്ഥം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പിതാവായ അഗ്നീന്ദ്രൻ പിതൃലോകത്തെ പ്രാപിച്ചതിൽ പിന്നെ നാഭി മുതലായ ഭ്രാതാക്കന്മാർ 9 പേർ മേരുപുത്രിമാരായ മേരുദേവി, പ്രതിരൂപ, ഉഗ്രദംഷ്ടി, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നു പേരായ 9 കന്യകമാരെ ക്രമത്തിൽ ഓരോരുത്തരും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ അഗ്നീന്ദ്രസ്യ ശ്രീപ്രാപ്തി നിരൂപണം നാമ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവജ്ഞനായ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാ ശുദ്ധഭക്തന്മാർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ആശിക്കുന്നതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സ്വീനോഭവന്തു ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.